ഇതിനെ നമ്മൾ അപ്ലൈ ചെയ്യുന്ന രീതിയാണ് കൃത്യമാവാത്തത്. മന്ത്രങ്ങൾക്ക് 100% അതിന് ശക്തിയുണ്ട്, അത് വർക്കൗട്ട് ആവും. പക്ഷെ അത് എങ്ങനെ കൊടുക്കണം, എങ്ങനെയായിരിക്കും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്? ഇല്ല, നമ്മളോട് വളരെ ദ്രോഹം ചെയ്ത ആൾക്കാരെ നമ്മൾ അവരോടുള്ള ഇഷ്ടം കൊണ്ട് നമ്മൾ ക്ഷമിച്ച് വീണ്ടും അവരുടെ കൂടെ നിൽക്കുന്നത് കാണാം. ഈ ബാധകളെല്ലാം നമ്മളോട് ക്ഷമിക്കാൻ തയ്യാറാണ്. എല്ലാം എന്ന് പറയാൻ പറ്റില്ല, ചിലത്. അതായത് നമ്മൾ ഇത്തരത്തിലുള്ള മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഇങ്ങനെയൊക്കെ ഉപയോഗിച്ചിരുന്ന ഒരു ട്രീറ്റ്മെൻ്റ് ആയിരുന്നു ഈ മന്ത്രവാദം, താന്ത്രികം എന്നൊക്കെ പറയുന്നത്. ഇതൊക്കെ നമ്മൾ ഈ മനസ്സിലാക്കിയിരിക്കുന്ന മുഴുവൻ ഒരാളിങ്ങനെ ചൂരൽ പിടിച്ചിരിക്കുന്നു, ഇങ്ങനെ അടിക്കുന്നു, 4 ആൾ 4 കൈയും കാലും ഒക്കെ പിടിച്ചു വയ്ക്കുന്നു. ഇതാണ് നമ്മൾ കണ്ടിട്ടുള്ള ബാധാ വിഷയം. നമുക്കിത് സിനിമയിലൂടെയും മറ്റ് മാധ്യമങ്ങളിലൂടെയൊക്കെയാണ് നമ്മൾ പ്രേതത്തിനെ പരിചയപ്പെടുന്നത്. അവർ ഈ ക്രിയകൾ, ഈ മന്ത്രോച്ചാരണങ്ങൾ, ഈ കാര്യങ്ങൾ വരുമ്പോൾ ഇവർക്ക് ഈ സാധനം വർക്കൗട്ടാവും. അതായത് ഞാൻ പറഞ്ഞു, ഇതൊരു സൗണ്ട് എനർജിയാണ്. ഇതിനകത്ത് ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും ഒക്കെ ഉണ്ട്. അങ്ങക്ക് ഈ വിഷയത്തിൽ, അതായത് ഈ പ്രേതബാധ ഇങ്ങനെയുള്ള വിഷയങ്ങൾ, അങ്ങക്ക് ഉത്തരം കിട്ടാത്ത എന്തെങ്കിലും ചോദ്യം ഉണ്ടായിട്ടുണ്ടോ? എങ്ങനെ ഉത്തരം കിട്ടാത്ത? അതായത് ഇങ്ങനെയുള്ള വിഷയങ്ങൾ ചെയ്യുമ്പോൾ ഇതിനകത്ത് എന്തൊക്കെയൊക്കെയോ നമുക്കറിയാത്ത എന്തെയോ രഹസ്യങ്ങൾ ഇതിനകത്തുണ്ട് എന്ന് പലപ്പോഴും ഇത് പുറത്ത് നോക്കുന്ന ആളുകൾക്കെല്ലാം തോന്നാറുണ്ട്. ഇതിനകത്ത് എന്തോ വലിയ വിഷയങ്ങളുണ്ട്, നമുക്ക് മനസ്സിലാവാത്ത എന്തൊക്കെയോ കാര്യങ്ങൾ ഇതിലുണ്ട്. അങ്ങനെ ഉത്തരം കിട്ടാത്ത എന്തെങ്കിലും ചോദ്യങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, കാരണം എനിക്ക് തോന്നുന്നു അങ്ങ് ഇതിനെ പറ്റി നിരന്തരമായി പഠിക്കുന്ന ഒരാളാണ്. അതെ. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഉത്തരം കിട്ടാത്ത എന്തെങ്കിലും ചോദ്യങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ഉത്തരം കിട്ടാത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പം പൂജയ്ക്ക് പോയ സ്ഥലത്തു നിന്നാണോ അങ്ങനെ ഉദ്ദേശിച്ചത്? ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു ഉത്തരം കിട്ടാത്ത അവസ്ഥകൾ എന്ന് പറഞ്ഞത് അങ്ങനെ പൊതുവെ കാണാറില്ല. പക്ഷെ ചില സംഭവം നമ്മൾ കണ്ടെത്താൻ ചില ബുദ്ധിമുട്ടുകൾ വരാറുണ്ട്. അതായത് ഇപ്പം ചില ആൾക്കാർക്ക് എന്താണ് പ്രശ്നം, ചില ഇത് മുന്നോട്ട് പറയില്ല. ഇപ്പം ചില ആൾക്കാർ ഇപ്പം നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഇതേപോലത്തെ ഒരു എഫക്റ്റ് ഒക്കെ ഉണ്ടാവും. അങ്ങനെ ഉണ്ടെങ്കിൽ അവരോട് എന്താ കാര്യം നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ അവർ സംസാരിക്കില്ല. എന്താ പ്രശ്നം എന്ന് വെച്ചാൽ നമുക്ക് അറിയാൻ പറ്റില്ല, അവർ പറയാതിരിക്കും. അപ്പോൾ ഇവർ ഈ പറയാതിരിക്കാനോ അല്ലെങ്കിൽ ഇത് അറിയാതിരിക്കാനോ ഇവർക്ക് എന്തെങ്കിലും വിഷമങ്ങളോ കാര്യങ്ങളോ ഉണ്ടാവും. അതിനെ നമ്മളൊന്ന് അനലൈസ് ചെയ്തെടുത്തിട്ട് അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ കൃത്യമായിട്ട് കാര്യങ്ങൾ പറയും. ചില ആൾക്കാർ വെറുതെ ഇരുന്ന് ഇങ്ങനെ കരയുക മാത്രമായിരിക്കും ചെയ്യുക, അവരൊന്നും പറയില്ല. ഇത് നമ്മുടെ ഈ ക്രിയകളൊക്കെ ചെയ്യുന്ന സമയത്ത് ഇരുന്ന് ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കും, വെറുതെ കരഞ്ഞുകൊണ്ടിരിക്കും. എന്താ പ്രശ്നം, എന്തിനാ കരയുന്നതെന്ന് ചോദിച്ചാൽ ഒന്നും പറയില്ല, അറിയില്ല എന്ന് പറയും. പിന്നെ ചില ആൾക്കാർ ഈ പറഞ്ഞ പോലെ പൂർണ്ണമായിട്ട് ഈ ബോധം പോയിട്ടുള്ളൊരവസ്ഥയിലിരുന്ന്, ഞാൻ പറഞ്ഞല്ലോ ട്രാൻസ് സ്റ്റേജിലേക്ക് പോകാത്ത ആൾക്കാരുണ്ട്. ഈ ബോധത്തിൽ ഇരുന്നുകൊണ്ട് തന്നെ വെറുതെ ഇരുന്ന് കരയുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അതാ ഞാൻ പറഞ്ഞത്, ഇത് ഓരോരുത്തരിലും ബാധിക്കുന്ന രീതിക്ക് വ്യത്യാസമുണ്ട്. ഇത് സൈക്കോളജിക്കൽ ലെവലിൽ നമ്മൾ എന്തെങ്കിലും സൈക്കോളജിക്കൽ ലെവലിൽ, അതായത് ഇപ്പൊ അങ്ങാണ് ഈ പ്രേതബാധ ആവാഹിക്കാൻ പോകുന്നത്, ആ സമയത്ത് അങ്ങേക്ക് ആദ്യം മനസ്സിലാക്കേണ്ടത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് ഇമോഷണലി വർക്കൗട്ട് ആവുന്ന കാര്യം. ഇമോഷണലി എംപതറ്റിക്കലി എന്നൊക്കെ പറഞ്ഞാൽ അത് സൈക്കോളജിക്കലി റിലേറ്റഡ് ആണല്ലോ. പക്ഷേ ഇതൊരു എനർജി ബേസിൽ എടുക്കുന്ന സമയത്ത് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, പ്രാചീന കാലഘട്ടത്തിൽ നമ്മൾ ഉപയോഗിച്ചിരുന്ന ഒരു ട്രീറ്റ്മെൻ്റ് ആയിരുന്നു. അതായത് നമ്മൾ ഇത്തരത്തിലുള്ള മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഇങ്ങനെയൊക്കെ ഉപയോഗിച്ചിരുന്ന ഒരു ട്രീറ്റ്മെൻ്റ് ആയിരുന്നു ഈ മന്ത്രവാദം, താന്ത്രികം എന്നൊക്കെ പറയുന്നത്. നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ പ്രത്യേക തരത്തിലുള്ള കളക്കൂട്ടുകൾ ഇതെല്ലാം കാണുമ്പോൾ നമ്മുടെ മനസ്സിനകത്ത് ചില ചേഞ്ചസ് ഉണ്ടാവും, ചില തെറാപ്യൂട്ടിക് എഫക്റ്റ് ഉണ്ടാവും. വിളക്ക്, പിന്നെ അതുപോലെ നമ്മൾ ഉപയോഗിക്കുന്ന മന്ത്രങ്ങളുടെ വൈബ്രേഷൻസ്, ഇതെല്ലാം ഭയങ്കരമായിട്ട് നമുക്ക് ആ രീതിക്കാണ് ആ മന്ത്രങ്ങളെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഒരു പ്രേതബാധ വിഷയങ്ങൾ അല്ലെങ്കിൽ മാറ്റുന്ന മന്ത്രം കൊണ്ടല്ല നമ്മൾ മറ്റൊരു മന്ത്രത്തെ ഉപയോഗിക്കുന്നത്. ഇനി അത് ഒരേ മന്ത്രമാണെങ്കിലും അത് ഉച്ചരിക്കുന്ന രീതിയിൽ അതിൽ ഹോമിക്കുന്ന ദ്രവ്യങ്ങൾക്ക് വ്യത്യാസമുണ്ട്. ഈ ദ്രവ്യങ്ങൾ കത്തിയിട്ട് ഇത് ഓക്സിഡേഷൻ സംഭവിക്കുമല്ലോ, തീയിൽ കത്തിയിട്ട്. അപ്പോൾ അത് ഓക്സൈഡായിട്ട് നമ്മൾ ശ്വസിക്കുമ്പോൾ രക്തത്തിലേക്ക് കലരും. അങ്ങനെ നമ്മുടെ ശരീരത്തിൽ എഫക്റ്റ് ആവും. അപ്പോൾ ഈ രീതിക്ക് ഇത് വർക്കൗട്ട് ആകുന്ന സമയത്ത് ഇവർക്ക് അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ടാവും. അവരുടെ ഉള്ളിൽ നിന്നുള്ള അവരുടെ പ്രശ്നത്തെ തന്നെ നമ്മൾ എടുത്ത് പുറത്തേക്ക് കൊണ്ടുവരണം. ഇത് തന്നെയാണ് ഇതിലും ചെയ്യുന്നത്. പക്ഷേ അതിനകത്ത് ഈ പറഞ്ഞ പോലെ എനർജി ബേസ് ആയിട്ട് നമ്മൾ ഈ കാര്യങ്ങൾ അനലൈസ് ചെയ്യുന്നു എന്ന് മാത്രം. അപ്പോൾ ചില ആൾക്കാർക്ക് ഈ ഇമോഷൻസ് എന്താണെന്ന് മനസ്സിലാവാത്ത ആൾക്കാരുണ്ടാവും, അവർക്ക് ബുദ്ധിമുട്ടുണ്ട്. അത് അവരെ സ്വാധീനിച്ചത് അത്രയും അളവിലേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, ഇതിനെ അനലൈസ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റാണ്. എത്ര ശതമാനം ഏത് വിധത്തിൽ ഇവർക്ക് ഇത് ബാധിച്ചിരിക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ പരിഹാരത്തിലേക്ക് പോകാൻ. അതാണ് ഞാൻ പറഞ്ഞത്, എല്ലാത്തിനും ഒരേ പരിഹാരമല്ല. ഇപ്പം എല്ലാ ബാധാവിഷയങ്ങളും തുള്ളിപ്പറയണമെന്നില്ല, എല്ലാ ബാധാവിഷയങ്ങളും ഒച്ചയെടുക്കണമെന്നില്ല, എല്ലാ ബാധാവിഷയങ്ങളും ഉപദ്രവിക്കണമെന്നില്ല. ചില ആൾക്കാരൊക്കെ ഇറങ്ങി ഓടുകയൊക്കെ ചെയ്യും. അപ്പോൾ ഇവരിങ്ങനെ നമ്മൾ ഈ മനസ്സിലാക്കിയിരിക്കുന്ന മുഴുവൻ ഒരാളിങ്ങനെ ചൂരൽ പിടിച്ചിരിക്കുന്നു, ഇങ്ങനെ അടിക്കുന്നു, 4 ആൾ 4 കൈയും കാലും ഒക്കെ പിടിച്ചു വയ്ക്കുന്നു. ഇതാണ് നമ്മൾ കണ്ടിട്ടുള്ള ബാധാ വിഷയം. നമുക്കിത് സിനിമയിലൂടെയും മറ്റ് മാധ്യമങ്ങളിലൂടെയൊക്കെയാണ് നമ്മൾ പ്രേതത്തിനെ പരിചയപ്പെടുന്നത്, അല്ലാതെ നേരിട്ട് പ്രേതത്തിനെ നമുക്ക് പരിചയമില്ലല്ലോ. അല്ല, ഈ ഇങ്ങനെയുള്ള വിഷയങ്ങളാണെങ്കിൽ പോലും
അങ്ങക്ക് ഈ ചില കർമ്മങ്ങൾ ചെയ്യണ്ടായിരുന്നു, അല്ലെങ്കിൽ അവിടേക്ക് പോകണ്ടായിരുന്നു, അല്ലെങ്കിൽ ഏറ്റെടുക്കാതെ പോയ നെഗറ്റീവ് ഉണ്ടാവുന്നുള്ളത്? അതെ, നമുക്ക് നെഗറ്റീവ് ഉണ്ടാവുന്നുള്ള ഭയം കൊണ്ട്. അതായത് ഭയം എന്ന് പറയുന്നത് ഒന്നാമത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പം ഞാൻ എന്നെ കുറിച്ച് ഭയമല്ല, നമുക്ക് ഇതിന്റെ കാർമ്മിക ദോഷം നമ്മൾ ഏറ്റെടുക്കേണ്ടി വരും. അല്ലല്ല, അതിനെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. എങ്ങനെയാണ് ഇത് കാർമ്മിക ദോഷമായിട്ട് മാറുന്നത് നമ്മൾ മനസ്സിലാക്കണം. ബുദ്ധിമുട്ടി കിടക്കുന്ന ഒരാൾ, അപ്പം ചില ആൾക്കാർ പറയും നിങ്ങൾ ആ ക്രിയ ചെയ്യരുത്, ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഭയങ്കര കൃത്യമായി പഠിച്ചു കഴിഞ്ഞ് ചെയ്താൽ കുഴപ്പമില്ല. ഇപ്പോൾ ഒരു ഡോക്ടർ സർജറി ചെയ്യാൻ വെച്ചോ, അയാൾ പറയും ഇത് ശരീരം മുറിക്കുന്ന പരിപാടിയാണ്, ചോര വരും, ചെയ്യാൻ പാടില്ല കേട്ടോ, തല കറങ്ങും എന്നൊക്കെ പറഞ്ഞ് ഇയാൾ ഇത് മുറിച്ച് ഇയാളെ ബോധം കെട്ട് വീണാൽ ചിലപ്പോൾ ആൾ ചത്തുപോകും. അത് ഇയാൾക്ക് കേസാവും, പ്രശ്നമാവും, ഇയാൾക്ക് കർമ്മദുരിതം വരും ഇല്ലേ. അപ്പം ഇതേപോലെ ഈ ബാധാ വിഷയത്തെ നമ്മൾ അനലൈസ് ചെയ്ത് നമ്മൾ മുന്നോട്ട് പോകുമല്ലോ. ഞാൻ ചോദിക്കുന്നത്, ഇപ്പോൾ ഒരു ബുദ്ധിമുട്ടിയിരിക്കുന്ന ഒരാൾ, ഇപ്പോൾ താങ്കൾ ഒരു ബാധയാണെന്ന് വിചാരിക്കുക, അപ്പോൾ തൽക്കാലം അപ്പം ബുദ്ധിമുട്ടിയിരിക്കുന്ന ഒരാളാണ് താങ്കൾ. താങ്കൾക്ക് രക്ഷപ്പെടണം എന്നൊരാഗ്രഹം ഉണ്ടാവുമല്ലോ, ഉണ്ടാവും. താങ്കളെ ഞാൻ സഹായിച്ചാൽ താങ്കൾക്ക് എന്നോട് ദേഷ്യമാണോ ഇഷ്ടമാണോ ഉണ്ടാവുക? ഇഷ്ടമായിരിക്കും അല്ലേ. അപ്പോൾ ഞാൻ താങ്കളെ സഹായിക്കാമെന്ന വ്യാജേന വന്നിട്ട് താങ്കളെ സഹായിക്കാൻ ഞാൻ ക്യാപ്പബിൾ അല്ലെങ്കിൽ താങ്കൾക്ക് എന്നോട് എന്ത് തോന്നും? ദേഷ്യം. വെറുതെ ഇരുന്ന് എന്നെ വിളിച്ചിട്ട് ഉണ്ടോണ്ടിരുന്ന എന്നെ വിളിച്ചിട്ട് ഊണില്ല എന്ന് പറഞ്ഞ അവസ്ഥയാവും അല്ലേ. അപ്പോൾ അങ്ങനെയാണിത് കർമ്മദോഷമായിട്ട് വരുന്നത്. മിക്ക ആൾക്കാർക്കും ഇതിൽ തപസ് എന്ന് പറയുന്ന ഒരു സംഭവമാണ് എല്ലാവരും പറയുന്നത്. തപസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ ഈ തപസ്സിന് ഒപ്പം തന്നെ ഇതിന് ശാസ്ത്രീയമായി ഇതിനെ പഠിക്കുക എന്ന് പറയുന്നൊരു കാര്യം കൂടിയുണ്ട്. ഇന്നതിന് ഇന്ന കാര്യങ്ങൾ പ്രയോഗിക്കണം എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് അറിയണ്ടേ. അതായത് ഇപ്പം ഞാൻ പറയാം, ഇപ്പം ഒരു ശത്രുദോഷം ഉണ്ടെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഒരു പ്രേതബാധ എന്ന് വെച്ചാൽ ഇപ്പം ആൾക്കാരെ ഉടനെ നിങ്ങൾ ഉഗ്രപ്രത്യങ്കിര ഹോമം ചെയ്യൂ. അതിനകത്ത് നമ്മൾ മറ്റേ ചുവന്ന മുളകൊക്കെ ഹോമിച്ച് ഭയങ്കര ഗംഭീരം പരിപാടിയൊക്കെ ആക്കിയിട്ട് പ്രേതത്തിനെയൊക്കെ പിടിക്കും. അത് ചിലപ്പം ഫലത്തിലായി എന്ന് വരില്ല. കാരണം ഇതിന് വേണ്ടുന്നത് എന്താണെന്നുള്ള അറിയണം. അത് പ്രത്യങ്കിര മോശമായതുകൊണ്ടോ ഹോമം മോശമായതുകൊണ്ടോ ചെയ്യുന്ന ആൾ മോശമായതുകൊണ്ടോ അയാൾക്ക് തപസ്സില്ലാത്തത് കൊണ്ടോ ഒന്നുമല്ല. ഇതിനെ നമ്മൾ അപ്ലൈ ചെയ്യുന്ന രീതിയാണ് കൃത്യമാവാത്തത്. മന്ത്രങ്ങൾക്ക് 100% അതിന് ശക്തിയുണ്ട്, അത് വർക്കൗട്ട് ആവും. പക്ഷെ അത് എങ്ങനെ കൊടുക്കണം, എങ്ങനെയായിരിക്കും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്? അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ നമ്മൾ ഈ ബാധയുടെ ഇതിനെ നമ്മൾ ദുരിതത്തിന് അളവ് എടുക്കുന്ന കാര്യങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അപ്പം അങ്ങേക്ക് ഒരു ബാധാ വിഷയം ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിനകത്ത് എത്ര ശതമാനം ഏതൊക്കെ മേഖലയിൽ അങ്ങേ ഇത് സ്വാധീനിക്കുന്നുണ്ടെന്നുള്ളത് മനസ്സിലാക്കണം. അതായത് അങ്ങയുടെ ബുദ്ധിതലത്തിലാണോ, കാർമ്മിക തലത്തിലാണോ, മാനസിക തലത്തിലാണോ, ഈ മനസ്സും ബുദ്ധിയൊക്കെ ഒന്ന് തന്നെ, മാനസിക തലത്തിലാണോ, ശാരീരിക തലത്തിൽ അസുഖങ്ങളായിട്ടാണോ ഇത് ബാധിക്കുന്നുണ്ടെങ്കിൽ ഇത് എവിടെയൊക്കെ കണക്റ്റായി കിടക്കുന്നു എന്നുള്ളതിനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ആ രീതിക്ക് ഇതിനെ അനലൈസ് ചെയ്തിട്ട് അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെൻറ്റ് കൊടുക്കണം. അല്ല, എൻ്റെ കൂടെയുള്ള ആ ബാധാ ദോഷത്തെ അല്ലെങ്കിൽ ആ ബാധാ ദുരിതവുമായിട്ട് അല്ലെങ്കിൽ ആ ബാധയുമായിട്ട് എങ്ങനെയായിരിക്കും അങ്ങ് കണക്ട് ചെയ്യുന്നത്? അത് ഞാൻ പറഞ്ഞത്, ഈ ബാധയായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മൾ ഈ പാരാസൈക്കോളജിക്കലി ഉള്ള കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അവർ ബാധയെ കണ്ട് സംസാരിക്കുന്ന അവസ്ഥ. അത് എല്ലാ ബാധകളെയും കണ്ട് സംസാരിക്കാൻ പറ്റില്ല. നമ്മളോട് അവർ സംസാരിക്കാൻ വില്ലിങ് ആവണ്ടേ. അപ്പം അതാ ഞാൻ പറഞ്ഞത്. ഇപ്പം അങ്ങ് ഒരു ട്രാൻസ് സ്റ്റേജിലേക്ക് പോകാത്തൊരവസ്ഥയാണെന്ന് വിചാരിക്കും. പകുതി ബോധത്തിൽ അങ്ങയുടെ പേര് എന്താണോ ആ ഒരു ബോധത്തിൽ അങ്ങിരിക്കുന്നു. അതോടൊപ്പം അങ്ങേക്ക് ബുദ്ധിമുട്ടുണ്ട്, അകാരണമായിട്ടുള്ള ദേഷ്യം വരുന്നു. അപ്പോൾ ഇങ്ങനെ പൂജയ്ക്ക് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അവർ എന്താ പറയുക, അടുത്തിരിക്കുന്ന സാധനമൊക്കെ എടുത്ത് ഇങ്ങനെ എറിഞ്ഞുകൊണ്ടിരിക്കും. ചില ആൾക്കാർ അങ്ങനെ കാണിക്കും. പക്ഷെ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് എന്താണെന്ന് അറിയില്ല, എനിക്ക് ദേഷ്യം വരുന്നു എന്ന് പറയും. അതുവരെ ഒരു കുഴപ്പമുണ്ടാവില്ല അവർക്ക്. അവർ ഈ ക്രിയകൾ, ഈ മന്ത്രോച്ചാരണങ്ങൾ, ഈ കാര്യങ്ങൾ വരുമ്പോൾ ഇവർക്ക് ഈ സാധനം വർക്കൗട്ട് ആവും. അതായത് ഞാൻ പറഞ്ഞു, ഇതൊരു സൗണ്ട് എനർജിയാണ്. ഇതിനകത്ത് ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും ഒക്കെ ഉണ്ട്, രസതന്ത്രമുണ്ട്. നമ്മളിതിനകത്ത് ഹോമിക്കുന്ന ദ്രവ്യങ്ങൾ അത് ഓക്സിഡൈസ്ഡ് ആയി നമ്മൾ ഉള്ളിലേക്ക് വരുന്നു. ഇത് നമ്മൾ ശ്വസിക്കുമ്പോൾ നമ്മളെ ബ്രെയിനിൽ എഫക്റ്റ് ചെയ്യും. പിന്നെ ചില വസ്തുക്കളുടെ ഗന്ധങ്ങൾ നമ്മളെ എഫക്റ്റ് ചെയ്യും. ഇതെല്ലാം നമ്മളെ ആ ഒരു സ്റ്റേജിലേക്ക് എടുത്തുകൊണ്ട് വരാൻ സഹായിക്കും. ഇതിനകത്ത് പക്ക സയൻറ്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ വർക്കൗട്ട് ആവുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഇവരെ ട്രാൻസ് സ്റ്റേറ്റിലോട്ട് നമ്മൾ കൊണ്ടുപോവുകയാണ്. അതെല്ലാവരും പോവില്ല, അതാ ഞാൻ പറഞ്ഞത്. അല്ല, കൊണ്ടുപോകാൻ നമ്മൾ ശ്രമിക്കുക. ട്രാൻസ് സ്റ്റേറ്റിലേക്ക് കൊണ്ടുപോകുക എന്നുള്ളതല്ല. ചില ആൾക്കാർ ഇങ്ങനത്തെ കാര്യങ്ങൾ വരുമ്പോൾ ഇവരുടെ, ഞാൻ നേരത്തെ പറഞ്ഞു, ഈ പ്രേതം എന്ന് പറയുന്നത് ഒരു ഇമോഷണൽ സാധനമാണ്. മനസ്സിലായല്ലോ, ഇമോഷണൽ ചിന്താഗതിയാണ്. ഈ ധനഞ്ജയൻ എന്ന് പറയുന്ന പ്രാണൻ എന്ന് പറഞ്ഞാൽ ഇമോഷണലി അത് നമ്മളെ എംപത്തറ്റിക്കലി സ്വാധീനിക്കുന്ന ഒരു സാധനം. അപ്പോൾ ഇത് ചില ആൾക്കാർക്ക് ഭാഗികമായിട്ടായിരിക്കും സ്വാധീനിച്ചിട്ടുണ്ട്. അതാണ് ഞാൻ പറഞ്ഞു വന്നത് നേരത്തെ. അപ്പം അങ്ങേക്ക് അങ്ങെന്നുള്ളൊരു ബോധം ഉണ്ട് താനും, അതോടൊപ്പം തന്നെ എന്തൊക്കെയോ ചെയ്യാനും തോന്നും. അതിലെടുത്ത് ചിലപ്പോൾ അങ്ങൊന്നും സംസാരിച്ചെന്ന് വരില്ല. അവിടെ നിന്ന് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്ത് കംപ്ലീറ്റ്ലി ആ ഒരു ബോധത്തിലേക്ക് കൊണ്ടുപോകാൻ നോക്കും. ചിലപ്പോൾ പോയിന്ന് വരില്ല. അതാ പറയുന്നത്. അതിന് ചിലപ്പോൾ അങ്ങനെ പോകേണ്ട ആവശ്യമില്ല.
അതിന് ഈ ഒരു സ്റ്റേജിൽ നിന്നിട്ട് എന്തെങ്കിലും കാര്യം നടക്കാനുണ്ടാവും, എന്തെങ്കിലും ഒരു നീഡ് കിട്ടാനുണ്ടാവും. ഈ നീഡെന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കുന്ന പോലെ ഇപ്പോൾ ചില ആൾക്കാർ പറയും ഈ പ്രയോഗത്തിന് സന്തോഷിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ഗംഭീരമായിട്ടുള്ള ഒരു സാധനം കൊണ്ടുപോയിട്ട് അവിടെ കൊടുക്കും. ഇതൊന്നും അതിൻ്റെ നീഡായിരിക്കില്ല. ചിലപ്പോൾ ചിലർ പറഞ്ഞിട്ടുണ്ട് ചില ഒരു വാക്കായിരിക്കും, രക്തം മാംസം, അതൊക്കെ ഇങ്ങനെ വെറുതെ പറഞ്ഞുണ്ടാക്കുന്ന. ഇത് ഞാൻ ചോദിക്കട്ടെ, ഇതൊന്നും ആയിരിക്കില്ല. ഇപ്പം ഞാൻ ചോദിക്കാം, ഒരാൾ ഭയങ്കര വിഷമിച്ചിരിക്കുക, അയാൾക്ക് നല്ലൊരു ചിക്കൻ ബിരിയാണി വാങ്ങി കൊടുത്തിട്ട് വല്ല കാര്യമുണ്ടോ? അയാൾക്ക് എന്താണോ ആവശ്യം അതാണ് വേണ്ടത്. അപ്പോൾ ഇതിനകത്തൊരു രൗദ്രതയുണ്ട്. രൗദ്രത സൃഷ്ടിച്ചിട്ട് ഇത് വേണം എന്ന് പറഞ്ഞിട്ടുള്ള രീതിയിലാണ് ഈ ട്രീറ്റ്മെൻറ്റൊക്കെ നടക്കുന്നത്. എന്നിട്ട് ഇതെല്ലാം ചെയ്തിട്ടും ആൾക്കാർക്ക് വീണ്ടും പ്രശ്നങ്ങൾ കാണുന്നു. അവിടെയാണ് പ്രശ്നം. റിസൾട്ട് കിട്ടണ്ടേ? വേണം. റിസൾട്ട് ഇല്ലെങ്കിൽ പിന്നെ എന്തിനത് ചെയ്യുന്നത്? ഇപ്പോൾ ചില ആൾക്കാർ പറയും ഞങ്ങൾ എത്രയോ ദിവസങ്ങളായിട്ട് ഞങ്ങൾ ഈ സാധനം ചെയ്യുന്നതാണ്, ലക്ഷങ്ങൾ മുടക്കിയായിരിക്കും ചെയ്യുന്നത്. ആ ലക്ഷങ്ങൾ മുടക്കി ചെയ്യുന്നുണ്ട്. പക്ഷേ ലക്ഷങ്ങൾ മുടക്കുന്നതിനല്ല, എന്തിനാണ് ഇതിന് റിസൾട്ട് വേണ്ടേ? റിസൾട്ട് ഇല്ല എന്നുണ്ടെങ്കിൽ ഈ ശാസ്ത്രത്തിൻ്റെ പേരല്ലേ പോകുന്നത്. അതെ. അപ്പം അതെന്തുകൊണ്ട് പോകുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ ഈ കാര്യങ്ങൾ ചെയ്യുന്നതിൽ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞതിൽ നമ്മൾ വ്യതിചലിച്ച് പോകുന്നു. ഈ ഒരു ട്രാൻസ് സ്റ്റേജിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി നമ്മൾ ശ്രമിക്കും. കാരണം അതിനെന്തെങ്കിലും പറയാനുണ്ടോ, അതിനായിട്ട് തന്നെ പറയാനുണ്ടെങ്കിൽ നമ്മൾ അനലൈസ് ചെയ്യുന്നത് ബുദ്ധിമുട്ടില്ലല്ലോ. അപ്പം അങ്ങ് തന്നെ പറയുകയാണ് എനിക്ക് ഇതാണ് പ്രശ്നം, എന്നെ അയാൾ ഇങ്ങനെയൊക്കെ പറഞ്ഞു ഞാൻ മരിക്കുന്ന സമയത്ത്, അയാളുമായിട്ടൊന്ന് നല്ലോണം സംസാരിച്ചാൽ ഞാൻ ഓക്കെ ആവും, എനിക്ക് പോകാൻ പറ്റും എന്ന് പറഞ്ഞാൽ ആൾ വന്നിട്ട് ഒന്ന് ക്ഷമിക്കണം കേട്ടോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ സാധനം തീരും. മനസ്സിലായോ? അത്രയൊക്കെ വേണ്ടി വരുള്ളൂ. ചിലപ്പോൾ അതല്ലാത്ത ചില കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതുപോലെ തമിഴ്നാട്ടിലൊരു സ്ഥലത്ത് പോയിട്ട് അവിടെ പോയിട്ട് ഈ കാര്യങ്ങൾ ചെയ്തപ്പം അവരുടെ ഒരു മുത്തശ്ശിയുടെ ഈ നമ്മൾ ഈ കാതിൽ തോടാന്നൊക്കെ പറയുമല്ലോ, ഈ സാധനമൊക്കെ വലിച്ചു പൊട്ടിച്ചിട്ട് അവരൊരു കുളത്തിലേക്ക് കുളത്തിൻ്റെ പടവിൽ വെച്ചിട്ട് അടിച്ച് എന്തൊക്കെയോ ചെയ്തു, ഉപദ്രവിച്ചു. അങ്ങനെ അവർ വയ്യാണ്ടായി മരിക്കുക ചെയ്തത്. അപ്പം ഇതിൻ്റെ ബാധ വന്നിട്ട് ഇവർ ഈ സംസാരിക്കുന്ന മുഴുവൻ ഇവർക്ക് ഇങ്ങനെ ചെവി പിടിച്ചിട്ട് ഈ ഒരു രീതിയിൽ ഇരുന്നിട്ടാണ് ഇവർ സംസാരിക്കുന്നത്. എന്നാൽ ഈ പറഞ്ഞ പോലെ പൂർണ്ണമായിട്ട് ഒരു ട്രാൻസ് സ്റ്റേജിലേക്ക് പോകുന്നുണ്ട്, ഇടയ്ക്കിടയ്ക്ക് തിരിച്ചു വരുന്നുണ്ട്, ഇങ്ങനത്തെ ഒരു അവസ്ഥയിലിരിക്കുന്നത്. അപ്പം അങ്ങനെ ഇരുന്നിരുന്ന് നമ്മൾ ചോദിച്ചപ്പോഴാണ് അവർക്ക് വേണ്ടത് ഈ മുത്തശ്ശിയെ അടിച്ച ഒരാൾ, അത് ഇവരുടെ വളരെ മകനെ പോലെ കണ്ട ഒരാളാണ്. അപ്പോൾ ആ ആളൊന്ന് വന്നിട്ട് ഇവരൊന്ന് കെട്ടിപ്പിടിച്ചിട്ടൊന്ന് കരയണം. ആ മകനെ പോലെ കണ്ട ആളൊന്ന് കരയണം, അമ്മയെ പറ്റിപ്പോയി, എനിക്ക് എന്തോ അബദ്ധം, എനിക്ക് ആ സമയത്ത് ഇങ്ങനെ ഒന്ന് വേണം. ഇതേ അവർക്ക് വേണ്ടു. അവർ ദ്രോഹിച്ചതും ഇതെല്ലാം ക്ഷമിക്കാൻ തയ്യാറാണ്. പക്ഷെ അവൻ എന്തിനും എന്നോടത് ചെയ്തു. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ ഇമോഷൻസ് ഒക്കെ വർക്ക് ചെയ്യുന്ന അങ്ങനെയല്ലേ. അപ്പം നമ്മൾ എത്ര ആൾക്കാരോട് ക്ഷമിക്കുന്നുണ്ട്? ഇല്ല, നമ്മളോട് വളരെ ദ്രോഹം ചെയ്ത ആൾക്കാരെ നമ്മൾ അവരോടുള്ള ഇഷ്ടം കൊണ്ട് നമ്മൾ ക്ഷമിച്ച് വീണ്ടും അവരുടെ കൂടെ നിൽക്കുന്നത് കാണാം. ഈ ബാധകളെല്ലാം നമ്മളോട് ക്ഷമിക്കാൻ തയ്യാറാണ്. എല്ലാം എന്ന് പറയാൻ പറ്റില്ല, ചിലതിൻ്റെ അതാ ഞാൻ പറഞ്ഞത്, ഓരോന്നിൻ്റെയും നീഡ് എന്താണെന്നുള്ളത് നമ്മൾ കൃത്യമായി മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ചിട്ട് നമ്മൾ അതിന് പരിഹാരം ചെയ്താൽ പൂർണ്ണമായിട്ട് ഇതിന് ഫലം ഉണ്ടാവും. അതില്ലാത്ത പക്ഷം കൊണ്ടാണ്, അതായത് അവർക്ക് കിട്ടേണ്ടത് കിട്ടുന്നില്ല. ഈ ഇമോഷണൽ ഇതിന് കിട്ടേണ്ട സപ്പോർട്ട് എന്താണോ ആ സപ്പോർട്ട് കിട്ടാതാവുന്നത് കൊണ്ടാണ് എന്ത് സംഭവിക്കുന്നത്, ഇത് പൂർണ്ണമായിട്ടും മാറാത്തത്. അല്ലാതെ ഇതിപ്പോൾ പറഞ്ഞ പോലെ നമ്മൾ ഈ രക്തം കൊടുക്കാത്തതുകൊണ്ടോ കോഴി കൊടുക്കാത്തതുകൊണ്ടോ എന്നുള്ള കുഴപ്പമില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ ഇതിനെ മാറ്റി മറച്ചിട്ടും ആൾക്കാർ ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഈ പണി കൊടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ബാധകളെ അയക്കുന്ന ആളുണ്ട്, കൂടോത്രം, അങ്ങനെയുള്ള കാര്യങ്ങൾ. അത് പ്രേതാത്മ വിദ്യ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ തന്ത്രത്തിൽ ചില പ്രയോഗങ്ങൾ, 1-2 ആത്മാക്കളെയൊക്കെ ഒരു കുടുംബത്തിലേക്ക് തന്നെ വിടുന്ന പല മന്ത്രവാദികളുമുണ്ട്. അപ്പൊ അങ്ങനെ വരുന്ന ബാധകൾക്ക് എന്താണ് ചെയ്യേണ്ടത്? അങ്ങനെ വരുന്ന ബാധകളെ നമുക്ക് ഇതേപോലെ തന്നെ അതിപ്പോൾ ഒന്നാമത്തത് ആ സാധനത്തിന് നമ്മൾ ബന്ധനത്തിലാക്കിയിട്ടാണ് ഈ വിടുക. അതായത് ഇപ്പം അത് ഈ തന്ത്രത്തിൽ ഇതിനൊക്കെ ചില പ്രയോഗങ്ങളൊക്കെ കേട്ടിട്ടുണ്ടല്ലോ, പ്രയോഗങ്ങളൊക്കെ ഉണ്ട്, ഈ പ്രേതാത്മ വിദ്യ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങൾ. അതിൽ നമ്മൾ ഈ ബാധയെ സ്വാധീനിച്ചിട്ട് അവരുടെ പരിധിയിലാക്കിയിട്ട്, ഈ ഇമോഷണൽ സംഭവത്തിനെ പരിധിയിലാക്കിയിട്ട് അത് മറ്റുള്ളവരുടെ ഇതിലേക്ക് നമ്മൾ ചാനലൈസ് ചെയ്ത് വിടുന്ന ചില പ്രോസസ്സൊക്കെയാണ്. അപ്പം അങ്ങനെ ചെയ്യുന്നതിന് ആദ്യം ഈ എന്താ പറയുക, ഈ ദുഷ്കർമ്മികളുടെ പിടിയിൽ നിന്ന് നമ്മളതിനെ മോചിപ്പിച്ചിട്ട് അതിന് വേണ്ടുന്നതായിട്ടുള്ള കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ അത് ചെയ്ത് ക്ലിയറാക്കി വിടുക. അങ്ങനെ ചെയ്താൽ മതി.